ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോപ്പ ഡെൽ റേ സെമി ഫൈനലിലെ ഫസ്റ്റ് ലെഗിലെ ബാഴ്സലോണയും അത്ലറ്റിക്കുമായിട്ടും തമ്മിലൊന്ന് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. മത്സരം അവസാനിച്ചതേ 4-4 എന്നുള്ള സ്കോർ ലൈനാണ് എൻ്റെ പൊന്ന ചങ്ങായിമാർ. അതായത് ബാഴ്സലോണയുടെ താൽക്കാലിക ഹോം ഗ്രൗണ്ടായിട്ടുള്ള ഒളിമ്പിക് മോൺചെക് സ്റ്റേഡിയത്തിൽ പിറന്നത് ഒരു അസാധ്യ ത്രില്ലർ മത്സരമായിരുന്നു. 8 ഗോളുകൾ അടങ്ങിയ ഒരു ത്രില്ലർ മത്സരം, ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലത്തെ, എന്നാലോ നാടകീയമായ രംഗങ്ങളും ഒടുക്കത്തെ ക്ലൈമാക്സും അടങ്ങിയ ഒരു മത്സരമായിരുന്നു. വല്ലാത്തൊരു മത്സരം. അപ്പോൾ അതിൽ തന്നെ എന്താണ്, അത്ലറ്റിക്കുമായിട്ട് തുടക്കത്തിൽ 2 ഗോളിൻ്റെ ലീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഗോള് ബാഴ്സലോണ കൺസീഡ് ചെയ്തിട്ടുള്ള സിനാരിയോയിൽ നമ്മുടെ ചെങ്ങായി ഹാൻസി ഫ്ലിക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തൻ്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ആ ഡഗൗട്ടിൽ വലിച്ചെറിയുന്ന സിനാരിയോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാഴ്സലോണ അവരുടെ മെൻറ്റാലിറ്റി കാഴ്ചവെക്കുന്ന ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ തിരിച്ചുവരവിന് തുടക്കം കുറിക്കുന്നത് മറ്റാരുമല്ല, പെഡ്രി പോട്ടറാണ്. കൂണ്ടയാണ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൂണ്ടയാണെങ്കിൽ ആ ഒരു രണ്ടാമത്തെ ഗോൾ ബാഴ്സലോണ കൺസീഡ് ചെയ്തതിൽ വലിയൊരു മിസ്റ്റേക്കൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാഴ്സലോണ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നത്. പിന്നീട് അവിടുന്ന് അധികം വൈകാതെ തന്നെ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ബാഴ്സലോണ മത്സരത്തിൽ ഈക്വലൈസർ നേടുന്ന സിനാരിയോ നമ്മൾ കാണുകയാണ്. അപ്പോൾ അത് സെറ്റ് പീസിൽ നിന്നാണ്, കോർണറിൽ നിന്നാണ്. കുബാർസിയാണ് ഹെഡ് ചെയ്ത് ഗോൾ അടിക്കുന്നുണ്ടായിരുന്നത്. കുബാർസി ആ ഗോളടിച്ചതിന് ശേഷമുള്ള ചെങ്ങായുടെ സെലിബ്രേഷൻ കാണണം. അതായത് തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള, തൻ്റെ സ്വന്തം ക്ലബ്ബായിട്ടുള്ള ബാഴ്സലോണയുടെ കുപ്പായത്തിൽ തൻ്റെ ആദ്യത്തെ സീനിയർ ഗോൾ അടിച്ചപ്പോൾ ചെങ്ങായുടെ സെലിബ്രേഷൻ, അദ്ദേഹത്തിന് ആ ഒരു ബാഡ്ജ് കിസ് ചെയ്ത് മതിയാകുന്നുണ്ടായിരുന്നില്ല. ആ സെലിബ്രേഷൻ്റെ സാഹചര്യത്തിൽ എത്ര പ്രാവശ്യം ചെങ്ങായി കിസ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു പിടുത്തമില്ല. അങ്ങനെ ആ ഒരു എക്സ്റ്റസിയും ആ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നു. അങ്ങനെ മത്സരം 2-2 ആക്കുകയാണ്. പിന്നീട് ഹാഫ് പ്രോഗ്രസ് ചെയ്യുന്ന ബാഴ്സലോണ വേറെയും ചാൻസിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അവർക്കത് മുതലെടുക്കാൻ സാധിച്ചില്ല. ഒടുവിൽ അവർ മറ്റൊരു സെറ്റ് പീസിൽ നിന്ന് വീണ്ടും ഗോൾ അടിക്കുകയാണ്. 3-2 ആക്കുകയാണ്. ഇനീഗോ മാർട്ടിനസ് ആണ് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത്. അതായത് അത്ലറ്റിക്കോ മാഡ്രിഡ് 2 സെറ്റ് പീസ് ഗോളുകൾ ഒരേ മത്സരത്തിൽ കൺസീഡ് ചെയ്യുന്നു. അത് കേട്ടുകേൾവില്ലാത്ത തരത്തിലുള്ള സംഭവമാണ്. റീസെൻ്റ് ആയിട്ടുള്ള ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത് പോലും സംശയകരമായിട്ടുള്ള സംഭവമാണ്. ഇത്തരത്തിൽ കോർണറുകളിൽ നിന്ന് 2 ഗോളുകൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു മത്സരത്തിൽ കൺസീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എന്താണ് 3-2 എന്നുള്ള നിലയിലേക്ക് മത്സരം മറിയുന്നു. അതായത് ബാഴ്സലോണയുടെ വല്ലാത്തൊരു മെൻറ്റാലിറ്റി നമ്മൾ കാണുന്നു. അവരുടെ തിരിച്ചുവരെ നമ്മൾ കാണുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ 5 ഗോളുകൾ പിറന്നിട്ടുണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ്. സെക്കൻഡ് ഹാഫിൽ ബാഴ്സലോണയെ സംബന്ധിച്ചോളം എനർജി ലെവൽസ് ഒന്ന് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, സിമിയോണി കുറേ സബ്ബുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ സബ്ബുകൾ മത്സരത്തിൽ പിന്നീട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നേരത്തെ തന്നെ ചങ്ങായി സബ്ബൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മത്സരത്തിൽ 6ാമത്തെ ഗോൾ, ബാഴ്സലോണയ്ക്ക് വേണ്ടി 4ാമത്തെ ഗോൾ അടിച്ചത് ബാഴ്സലോണയുടെ സബ്ബായിരുന്നു, ഹാൻസി ഫ്ലിക്കിൻ്റെ സബ്ബായിരുന്നു. ഫെറാൻ ടോറസിനെയാണ് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് പകരമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ലെവൻഡോസ്കി ഗോൾ അടിക്കുന്നു. ലെവൻഡോസ്കിക്ക് പ്ലേറ്റിൽ ഗോൾ അല്ലെങ്കിൽ ആ ഒരു അസിസ്റ്റ് വെച്ച് കൊടുത്തുള്ളത് മറ്റാരുമല്ല, ലമീൻ യമാൽ എന്ന് പറയുന്ന ആ ഒരു വല്ലാത്തൊരു ഫുട്ബോളറാണ്. ചങ്ങായി ആ ഒരു റൈറ്റ് സൈഡിൽ ഹാവി ഗാലനെ ചുട്ടെടുക്കുന്ന സിനാരിയോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, റോസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിലും അതിമനോഹരമായിട്ട് ആ റൈറ്റ് സൈഡിലൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ റെയ്നീൽഡോ ആയിരുന്നു ഉണ്ടായിരുന്നത്. റെയ്നീൽഡോ എൻ്റെ പരിപ്പളക്കുന്നു. അങ്ങനെ പിന്നീട് ആ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ലോങ്ലിയുടെ കാലിൻ്റെ ഇടയിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു മെഗ്ഡ് അസിസ്റ്റാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലെവൻഡോസ്കി സംബന്ധിച്ചിടത്തോളം ടാപ്പ് ആൻഡ് ഫിനിഷ് അടിക്കേണ്ട ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് ടൈമിൽ അദ്ദേഹം അവിടെ അറൈവ് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. 4-2 ലീഡാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ്, ബാഴ്സലോണ ഇനി അധികം മിനിറ്റൊന്നുമില്ല, 10-15 മിനിറ്റ് ബാക്കിയുള്ളൂ മത്സരത്തിൽ. അതേപോലെ തന്നെ എന്താണ്, 82 മിനിറ്റ് ക്ലോക്കിലാകുമ്പോഴും അവർക്ക് 4-2 ലീഡുണ്ട്. പക്ഷേ എന്നിട്ടും മത്സരം അവസാനിക്കുമ്പോൾ 4-4 എന്നുള്ള നിലയിലേക്ക് സ്കോർ ലൈൻ മാറുന്നു. ബാഴ്സലോണ ആ ഗെയിം മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ വീണ്ടും കാണാണ്. ഈ സീസണിൽ പല സാഹചര്യങ്ങളും അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. എന്നിട്ടും അതിൽ നിന്ന് അങ്ങോട്ട് പഠിക്കുന്നില്ല ബാഴ്സലോണ എന്നുള്ളതാണ് ഇതിൽ നിന്നും ഏറ്റവും എടുത്തു പറഞ്ഞതായിട്ടുള്ളൊരു സംഭവമായിട്ടുള്ളത്. അവരുടെ ആ ഒരു ഹൈലൈനെ വീണ്ടും ബ്രീച്ച് ചെയ്യപ്പെടുന്നു. മാത്രമല്ല ഹാൻസി ഫ്ലിക്കിൻ്റെ ചില ഡിസിഷൻ മേക്കിംഗ്, പ്രധാനമായിട്ടും അദ്ദേഹം നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട തരത്തിലുള്ളൊരു സംഭവമാണ്. അങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡാണെങ്കിലോ അവർ ഒടുക്കത്തെ മെൻറ്റാലിറ്റി പോസസ് ചെയ്യുന്ന ഒരു സൈഡാണ്. അവർ മികച്ച രീതിയിൽ ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മത്സരത്തിലെ ഭൂരിഭാഗം സമയം ബാഴ്സലോണ ഡോമിനേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ എന്താണ്, കളി 60 മിനിറ്റ് 65 മിനിറ്റോ നിങ്ങൾ ഡോമിനേറ്റ് ചെയ്താൽ പോരല്ലോ. 90 മിനിറ്റ് കളിയാണ്, പ്ലസ് ഇഞ്ചുറി ടൈമും കാര്യങ്ങളുണ്ട്. അപ്പോൾ മത്സരത്തിൻ്റെ ആദ്യത്തെ 10 മിനിറ്റിൽ ബാഴ്സലോണ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല, അവസാനത്തെ 10 മിനിറ്റ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിൽ ഡോമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാണ് ഫുട്ബോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. സിമിയോണിൻ്റെ ടീമിനെ സംബന്ധിച്ചോളം അവരുടെ മെൻറ്റാലിറ്റി ടോപ്പ് ക്ലാസ് ആണ്. ഡിയേഗോ സിമിയോണി മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള സുന്ദരമായിട്ടുള്ള വാചകങ്ങളുണ്ട്. ബാഴ്സലോണയ്ക്ക് എക്സ്ട്രാ ഓർഡിനറി ടൂളുകളുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അമ്മാതിരി പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ യങ് ഫുട്ബോളേഴ്സാണ്. ലാമാസിയ പ്രൊഡക്റ്റിലുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, ടാലൻറ്റഡ് ആയിട്ടുള്ള വേറെയും പ്ലേയേഴ്സ് അവിടെയുണ്ട്. ഡിയേഗോ സിമിയോണിയുടെ അടുത്തും പ്ലേയേഴ്സ് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത് ആ ടീം സ്പിരിറ്റ് ആണെന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡിയേഗോ സിമിയോണിൻ്റെ ടീമിൻ്റെ ആ ഒരു സ്പിരിറ്റും അവരുടെ മെൻറ്റാലിറ്റിയും അവരുടെ നെവർ ഗിവ് അപ്പ് സംഭവം. അപ്പോൾ അത് ഈ മത്സരം കാണാൻ സാധിക്കുകയാണ്. മാത്രമല്ല ഈ സീസണിൽ ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഈവൻ ബാഴ്സലോണയ്ക്കെതിരെ ഈ സീസണിലെ ലീഗ് മത്സരം അവർ
ഒരു ലേറ്റ് വിന്നറാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് സോർലോത്താണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അതേ സോർലോത്ത് തന്നെയാണ് ഈ മത്സരത്തിലും ലേറ്റ് ഈക്വലൈസർ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സീസണിൽ തന്നെ 39 മത്സരങ്ങളിൽ 16 തവണ അവർ ലേറ്റ് ഗോൾ അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. 16 തവണ. അതിൽ 14 അവർ വിജയിച്ചിട്ടുണ്ട്. ബാക്കി 2 സമനിലയിൽ പിരിഞ്ഞ ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്താണ്, അത്ലറ്റിക്കോ മാഡ്രിഡ് അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ പോരാടാൻ തയ്യാറായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ എന്താണ്, ലാസ്റ്റ് വരെയും കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പണിയിട്ടും അത്തരത്തിൽ പണി തന്നെയാണ് ബാഴ്സലോണയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ മത്സരത്തിൽ. അപ്പോൾ സബ്ബായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കൊറിയ ലൊറൻറ്റയ്ക്ക് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഒരു ഫാന്റാസ്റ്റിക് ഷോട്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കാണാൻ സാധിച്ചു. അതിൽ ഡിഫൻസീവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബാഴ്സലോണയെ സംബന്ധിച്ചോളം. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഓരോ ഗോളിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. പിന്നീട് ഇഞ്ചുറി ടൈമിലാണ് അഗെയിൻ ആ ഒരു ഹൈലൈൻ റീച്ച് ചെയ്യപ്പെടാണ്. ആ ഒരു സെനാരിയോയിൽ അത്തരത്തിൽ ഒരു ഹൈലൈൻ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള ചോദ്യം. മത്സരം സീ ഔട്ട് ചെയ്യാൻ അറിയണ്ടേ? അത് എന്തായാലും അങ്ങനെ ലോങ് ബോൾ കൂൻ്റെ സ്ലിപ്പാകുന്നു. പിന്നെ നമ്മുടെ ചങ്ങായി ലീനോ, മറ്റൊരു സബ്ബായിട്ട് വന്നിട്ടുള്ള ചങ്ങായി കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു, ക്രോസ് ചെയ്ത് കൊടുക്കുന്നു, സൊർലോത്ത് ഗോൾ അടിക്കുന്നു. സൊർലോത്തിനെ സംബന്ധിച്ചോളം അവസാനത്തെ 5 മത്സരങ്ങൾ ബാഴ്സലോണയ്ക്കെതിരെ 5 ഗോൾ അടിക്കുന്നു, 3 അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ബിഗ് ഗെയിം പ്ലെയറാണ് സൊർലോത്ത്. മാത്രമല്ല അദ്ദേഹത്തിന് ബാഴ്സലോണയ്ക്കെതിരെ കളിക്കാൻ പ്രത്യേക ഒരു എനർജി കിട്ടുന്നുണ്ട്, പ്രത്യേക ഒരു രസമാണ് ചെങ്ങായിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ 4-4 എന്നുള്ള സ്കോറിൽ മത്സരം അവസാനിക്കുന്നു. ഇതിനിടയിലാണെങ്കിൽ പെഡ്രിയും റഫീനിയൊക്കെ എന്തിന് പിൻവലിച്ചു ഹാൻസി ഫ്ലിക്ക് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്ന അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ സബ്ബുകൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. 55-ാം മിനിറ്റിൽ തന്നെ അദ്ദേഹം ആദ്യത്തെ സബ്ബ് വരുത്താൻ തീരുമാനിച്ചു. കാര്യങ്ങൾ അങ്ങോട്ട് ശരിയായിട്ട് വരുന്നില്ല എന്ന് കണ്ടിട്ട്. അപ്പോൾ ആൾ ഹാവി ഗാലിനെ പിൻവലിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ലമീൻ യമാൽ ടോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചങ്ങായിനെ. അതേപോലെ തന്നെ തൻ്റെ മകനെ പിൻവലിക്കുന്നു, സിമിയോണിനെ പിൻവലിക്കുന്നു. എന്നിട്ടാണ് പുള്ളിക്കാരൻ റെയ്നിൽഡോനെ ആ ഒരു ഡിഫൻസിൽ കുറച്ചുകൂടെ സോളിഡ് നേച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കണം അദ്ദേഹം റെയ്നിൽഡോനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ സാമുവൽ ലീനോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടുന്ന് കുറച്ച് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കോന ഗാലഗറിനെയും പിൻവലിക്കുകയാണ്, നൗഹൽ മൊലീനയെ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ലൊറൻറ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർ സിമിയോണി പ്ലെയറാണ്. റൈറ്റ് ബാക്കായിട്ട് കളിക്കും, റൈറ്റ് വിങ് ബാക്കായിട്ട് കളിക്കും, മിഡ്ഫീൽഡിൽ കളിക്കും, റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് കളിക്കും, ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാൻ പറ്റും. മൾട്ടിപ്പിൾ റോളുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ഈ മത്സരത്തിൽ തന്നെ അദ്ദേഹം ആദ്യം ഡിഫൻസിൽ കളിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ മൊലീനൊക്കെ വന്നുള്ള സിനാരിയോ മിഡ്ഫീൽഡിലേക്ക് കയറി പോകുന്ന സിനാരിയോ കാണുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇമ്പാക്റ്റ് മത്സരത്തിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നെന്താണ് 68-ാമത്തെ മിനിറ്റിൽ തന്നെ പുള്ളിക്കാരൻ എങ്കൽ കൊറിയയും അതുപോലെ തന്നെ സൊർലോത്തിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗ്രീസ്മാനെ പിൻവലിക്കുന്നു, ഡിപ്പോളിനെയും പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേഞ്ചുകളൊക്കെ നേരത്തെ തന്നെ വരുത്താൻ ഡിയേഗോ സിമിയോണി ശ്രമിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹാൻസി ഫ്ലിക്ക് ആദ്യത്തെ ചേഞ്ച് വരുന്ന 68-ാമത്തെ മിനിറ്റിലാണ്. ഫെറാൻ ടോറസിനെ പിൻവലിച്ച് ലെവൻഡോസ്കിയെ കൊണ്ടുവരുന്നു, ഗാവിയെ കൊണ്ടുവരുന്നു, ഡാനി ഓൾമോ പിൻവലിച്ചിട്ട്. ഈ ഡാനി ഓൾമോ കഴിഞ്ഞ മത്സരത്തിൽ ഒരു മാജിക്കൽ ഗോളൊക്കെ ചങ്ങായി അടിക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഈ മത്സരത്തിൽ ഒരു ഇമ്പാക്റ്റ് ചങ്ങായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ബാഴ്സലോണയോളം അവരുടെ അറ്റാക്ക്, ഒരു സെൻട്രൽ ഏരിയയുടെ ഒരുപാട് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരിയാണ്, ചില ചാൻസുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫെറാൻ ടോറസിന് കിട്ടിയുള്ള 1v1 ചാൻസൊക്കെ ആ സെൻട്രൽ പിന്നെ ഏരിയയിൽ ഹാഫ് ഫീൽഡിൻ്റെ അടുത്ത് റഫീന്യ പൊസിഷൻ എടുത്ത സിനാരിയിലാണ് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അവർക്കെന്താണ്, ഈ ഡാനി ഓൾമോ ഫെറാൻ ടോറസ് ആ ഒരു കോമ്പിനേഷൻ അങ്ങോട്ട് കൃത്യമായിട്ടും വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കൂടുതലും അവരുടെ അറ്റാക്കിൽ വരുന്നുണ്ടായിരുന്നത് ബാൽഡെ, റഫീന്യ ആ ഒരു ലെഫ്റ്റിലൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴും അതുപോലെ തന്നെ ലമീൻ യമാൽ കൂൻ്റെ റൈറ്റ് സൈഡിലൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് കൂടുതൽ അറ്റാക്കുകൾ വന്നിട്ടുള്ളത്. ഈ കൂൻ്റെ ലമീൻ യമാൽ കോമ്പിനേഷൻ തന്നെയാണെന്നുള്ള കാര്യം ഓർക്കുന്നത്. അപ്പോൾ ഓൾമോ സംബന്ധിച്ചോളം ഒരു ഫോർഗറ്റബിൾ മത്സരമായിരുന്നു. സബ്ബായിട്ട് ഉണ്ടായിരുന്ന ഗാവിയെ സംബന്ധിച്ചോളം അഗെയിൻ ഫോർഗറ്റബിൾ ആയിട്ടുള്ള മത്സരമായിരുന്നു. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഗാവിയെ സംബന്ധിച്ചോളം അത്ര നല്ല രീതിയിലല്ല കളിക്കുന്നത് എടുത്ത് പറഞ്ഞതായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ മത്സരത്തിലും ഗാവിയുടെ ബെസ്റ്റ് ആട്രിബ്യൂട്ട് എന്താണ്, ടെനാസിറ്റിയും കാര്യങ്ങളാണ്. പക്ഷേ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അദ്ദേഹം പൊസഷൻ നഷ്ടപ്പെടുന്ന സിനാരികളും ഈ മത്സരത്തിൽ സബ്ബായിട്ട് വന്നതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു ഓഫ് സൈഡ് ഗോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് അടിച്ചിട്ടുണ്ടായിരുന്നു ലേറ്റായിട്ട്. അതിലും പൊസഷൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഗാവി ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ബാഴ്സലോണ ആദ്യ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആ സിനാരിയിൽ വരുത്തിയിട്ടുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞു 84-ാമത്തെ മിനിറ്റിൽ ലൊറൻറ്റെ ഒരു ഗോൾ മടക്കുന്നു, 4-3 ആക്കുന്നു. അപ്പോൾ ആ ഒരു സിനാരിയിലും ഗെയിം സീ ഔട്ട് ചെയ്യാനുള്ള അവസരം ബാഴ്സലോണയ്ക്ക് ഉണ്ടായിരുന്നു. ഒന്ന് ലൈനൊക്കെ ഒന്ന് താഴോട്ട് ഇറക്കിയിട്ട് കുറച്ച് നേരം കൂടി പൊസിഷനൊക്കെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ, ഈവൻ ലൈന് ഹൈ കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും പൊസിഷൻ കീപ്പ് ചെയ്താൽ മതി ജയിക്കാനായിട്ട്. പക്ഷേ അതവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഹാൻസി ഫ്ലിക്ക് ആണെങ്കിൽ പൊസിഷൻ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ചെങ്ങായിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു, പെഡ്രിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒബ്വിയസ്ലി പെഡ്രി കുറച്ച് ടൈറ്റ്നസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഗെയിമിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ സ്റ്റിൽ ഒരു 5 മിനിറ്റ് കൂടി അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെഡ്രിയെ മാത്രമല്ല റഫീനിയെയും പിൻവലിക്കുന്നു. എന്നിട്ട് കൊണ്ടുവന്നത് ഫെർമിൻ ലോപ്പസിനാണ്. ഫെർമിൻ ലോപ്പസും ഗാർസിയും എന്തുകൊണ്ട് കസേഡനെ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. ഒരു ഗെയിം സീ ഔട്ട് ചെയ്യാണ്,
കസേഡോ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ചങ്ങായാണ്, ഫിസിക്കലി ഇമ്പോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ചങ്ങായാണ്, ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ചങ്ങായാണ്. അപ്പോൾ എറിക് ഗാർസിയനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, കസാഡോനെ കൊണ്ടുവന്നില്ല. പെഡ്രിനെയും റഫീനെയും ഒരേ സമയത്ത് പിൻവലിക്കുന്നു. അപ്പോൾ അത് ഒരു ശരിയായിട്ടുള്ള തീരുമാനമായിരുന്നില്ല. പെഡ്രി പോയതോടുകൂടിയിട്ട് പെഡ്രി പിന്നെ ഫ്രെങ്കി ഡി യോങ് രണ്ടുപേരും കൂടി കളിക്കുമ്പോഴായിരുന്നു ബോൾ കുറച്ചുകൂടെ ഈസിലി അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പെഡ്രി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്, നമുക്ക് എല്ലാവരും പറയുന്നതാണ് പൊസഷൻ ഹാൻഡിൽ ചെയ്യുന്നതിൽ. അപ്പോൾ അദ്ദേഹത്തെ പിൻവലിക്കുന്നതോടുകൂടിയിട്ട് ബാഴ്സലോണയോളം പിന്നെ പൊസഷൻ കീപ്പ് ചെയ്യാനേ വരുന്നുണ്ടായിരുന്നില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് മനസ്സിലാക്കാൻ സാധിക്കുകയും അവർ കൂടുതൽ പ്രസ് ചെയ്യുന്ന ഒരു സിനാരിയോ കാണുന്നു. ആ ഒരു ഹാഫ് ലൈൻ്റെ അടുത്ത് അവരുടെ ഒരു ഫിസിക്കാലിറ്റി, അവരുടെ സബ്ബുകൾ ശരിക്കും എനർജിയും കാര്യങ്ങളും യൂസ് ചെയ്യുന്നു. അത് ബാഴ്സലോണയോളം പണി കിട്ടി. മാത്രമല്ല ആ ഒരു ഫൈനൽ ഗോൾ അവർ കൺസീഡ് ചെയ്തപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്, ഈ ഹൈലൈന് കീപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണ്? പ്രസ് ചെയ്യണം. ഇത് രണ്ടും കൂടി ഒരേ സമയത്ത് നടക്കണം. പ്രസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ലോങ്ങിലൊക്കെ നല്ല രീതിയിൽ ബോൾ പ്ലേ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ഡിഫൻഡറാണ്. അപ്പോൾ അതേ സംബന്ധിച്ചോളം ഒരു ലോങ് ബോൾ ഈ ഹൈലൈൻ്റെ പുറകിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള സംഭവമാണ്. നല്ലൊരു ബോൾ പ്ലേയിങ് ഡിഫൻഡർ സംബന്ധിച്ചോളം അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഒരു മത്സരത്തിൽ തന്നെ 10-15 തവണ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം പിന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നില്ല. ആ ഒരു പാസ് അദ്ദേഹത്തിന് അത്ര ഈസി ആയിട്ട് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നില്ല. അദ്ദേഹത്തെ പ്രസ് ചെയ്യണമായിരുന്നു. എന്താണ് സബ്ബായിട്ട് വന്നിട്ടുള്ള പ്ലെയേഴ്സാണ്. ഇപ്പോൾ ഗാവി ആണെങ്കിലും ഫെർമീൻ ആണെങ്കിലും ലെവ ആണെങ്കിലും ഇവരൊക്കെ സബ്ബായിട്ട് വന്നിട്ടുള്ള പ്ലെയേഴ്സാണ്. അവരത് ചെയ്തില്ല. ഓക്കെ, എന്നാൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ലൈന് താഴോട്ട് ഇറക്കി നിർത്തണം. അല്ലാതെ പ്രസ്സും ചെയ്യുന്നില്ല, ലൈനും ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു റെസിപ്പി ഫോർ ഡിസാസ്റ്റർ ആണ് എന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. പിന്നെ അത്തരത്തിലുള്ള ഹൈലൈന് ആ ഒരു സിനാരിയിൽ കീപ്പ് ചെയ്യണമെന്നുള്ളതാണ്. ഹൈലൈൻ കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ശൈലിയാണ്, ഹാൻസി ഫ്ലിക്കിൻ്റെ രീതിയാണ്. പക്ഷേ ഒരു ഗോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആകെ 2 മിനിറ്റ് ബാക്കിയുള്ളൂ. ഇഞ്ചുറി ടൈം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനത് ചെയ്യണം എന്നുള്ളതാണ്. ലീഗോ മാർട്ടിനസും മത്സരത്തിന് ശേഷം ആ ഒരു ഹൈലൈനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ആ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷനും അവരൊന്നും പതറിപ്പോകുന്നൊരു സിനാരി നമ്മൾ കാണുന്നത്. ഈ സീസണിൽ വേറെയും കുറേ മത്സരങ്ങളിൽ ബാഴ്സലോണ ഇതേ രീതിയിൽ എന്താണ് ലീഡ് സറണ്ടർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല. അവരെ സംബന്ധിച്ചോളം ബിഗ് ട്രോഫീസ് അടിക്കണമെങ്കിൽ ഈ ഒരു മെൻറ്റാലിറ്റിയിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. ശരിയാണ്, ആ ടീമിൽ കുറേ യങ് പ്ലെയേഴ്സും പിന്നെ അത്തരത്തിലുള്ള ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ എക്സ്പീരിയൻസ്ഡ് ഹെഡ് ആയിട്ടുള്ള പ്ലെയേഴ്സും ഉണ്ട്. അത്തരത്തിലൊരു മിക്സ്ചറാണല്ലോ ബാഴ്സലോണയിലുള്ളത്. അപ്പോൾ ഈ ഗെയിം മാനേജ് ചെയ്യൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു സംഭവമാണ്, ഒരു ആട്രിബ്യൂട്ടാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ 4ാമത്തെ ഗോൾ സൊർലോത്ത് അടിച്ചുള്ള സിനാരിയോയിൽ ഡിയേഗോ സിമിയോണി വല്ലാത്ത രീതിയിൽ അത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം ഇനി സെക്കൻഡ് ലെഗ് അത് ഏപ്രിൽ 2-ാം തീയതി നടക്കുന്നത്, കുറേ സമയം ബാക്കിയുണ്ട്. പക്ഷേ എന്നാൽ പോലും മെട്രോപൊളിറ്റാനോയിൽ സ്വന്തം ക്രൗഡിന് മുമ്പിൽ ഒരു എഡ്ജ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ട് എന്നുള്ളത് തന്നെയായിരിക്കും ഡിയേഗോ സിമിയോണി വിശ്വസിക്കുന്നത്, ഞാനും വിശ്വസിക്കുന്നത്. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് ഗ്രൗണ്ടിൽ പോയിട്ടും ഗോൾ അടിക്കാൻ പറ്റും. അത്തരത്തിലുള്ള എബിലിറ്റിയുള്ള പ്ലെയേഴ്സ് ഉണ്ട്, എക്സ് ഫാക്ടറുള്ള പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ മെട്രോപൊളിറ്റാനോയിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ശരിയാണ്, അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അതിനിടയിൽ അവർ ഒരുപാട് ടഫ് മത്സരങ്ങൾ കളിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഫിക്സ്ചർ ലിസ്റ്റ് ഉള്ളത് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനാണ്. നമ്മൾ റയലിൻ്റെയും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെയും ബാഴ്സലോണയുടെയും ഫിക്സ്ചറുകൾ കൺസിഡർ ചെയ്യുമ്പോൾ. പക്ഷേ സ്റ്റിൽ ഏപ്രിൽ 2-ാം തീയതി ഒരു എഡ്ജ് ഞാൻ അത്ലറ്റിക്കോ മാഡ്രിഡിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഗോളിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഡിയേഗോ സിമിയോണിക്ക് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചങ്ങായി സെലിബ്രേറ്റ് ചെയ്തത്. കാരണം അത്തരത്തിലൊരു കംബാക്ക് നടത്തുമ്പോൾ ഇത് നിരന്തരം ഈ സീസണിൽ കാണുമ്പോൾ അത് ആ ഒരു മെൻറ്റാലിറ്റി മോൺസ്റ്റേഴ്സിന് മാത്രം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമാണത്. അവരുടെ അറ്റാക്കിൽ വേരിയേഷൻസ് ഉണ്ട്. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ സബ്ബുകൾക്ക് വന്നിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. അപ്പോൾ ഈ സീസണിലുള്ള അവരുടെ മൊത്തത്തിലുള്ള ഗോൾ കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലെയേഴ്സിൻ്റെ യുലിയൻ അൽവാരസ് മാൻ സിറ്റിയിൽ നിന്ന് വന്നിട്ട് ബിഗ് മണി സൈനിയിൽ വന്നിട്ട് 25 ഗോൾസ് ആൻഡ് അസിസ്റ്റ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആന്ത്വാൻ ഗ്രീസ്മാൻ 24 ഗോൾസ് ആൻഡ് അസിസ്റ്റ്, സൊർലോത്ത് 15, ലോറൻറ്റെ 12, ആംഗൽ കൊറിയ 12, ഡിപ്പോൾ 10, യുലിയാനോ സിമിയോണി 10, സാമുലിനോ 10. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ പലരും ബെഞ്ചിൽ നിന്നിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ആംഗൽ കൊറിയയെ സംബന്ധിച്ചോളം ഈ സീസണിൽ അത്ലറ്റിക് ബിൽബാവോക്കെതിരെ 90+2 മിനിറ്റ് കഴിഞ്ഞുള്ള സിനാരിയോയിൽ വിന്നർ അടിക്കുന്നു. റയൽ മാഡ്രിഡിനെതിരെ മാഡ്രിഡ് ഡാബിയിൽ 90+5 ആയിട്ടുള്ള സിനാരിയോയിൽ ഈക്വലൈസർ അടിക്കുന്നു. PSG-ക്കെതിരെ 90+3 മിനിറ്റിൽ വിന്നർ അടിക്കുന്നു. 90-ാമത്തെ മിനിറ്റിലെ അസിസ്റ്റ് വിന്നറിന് വേണ്ടിയുള്ള അസിസ്റ്റ് ലെവർക്യൂസിനെതിരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊറിയാണ്. ഇപ്പോൾ 84-ാമത്തെ മിനിറ്റിൽ ഈ മത്സരത്തിൽ അസിസ്റ്റ് അത്ലറ്റിയെ മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നതിൻ്റെ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് കൊറിയാണ്. ഇതൊക്കെ ബെഞ്ചിൽ നിന്നിട്ടാണ് ചങ്ങായി ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് അത്ലറ്റിക് മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് ചെറുതൊന്നുമല്ല. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ഗ്രൂപ്പാണ്. അവർ ഓരോരുത്തരും ആ ബെഞ്ചിലിരിക്കുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്ന അവസരം
അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു കൂട്ടം പോരാളികളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഡിയേഗോ സിമിയോണി 4 ഗോളുകൾ കൺസീഡ് ചെയ്തതിൽ വിഷമിക്കുന്നുണ്ടാവും. കാരണം ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ ടീമുകൾ കൺസിഡർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും എട്ടങ്ങറുണ്ടാകുന്ന തരത്തിലുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഈ ടീമിൻ്റെ സ്പിരിറ്റ് അത് വീണ്ടും വീണ്ടും കാണുമ്പോൾ ഈ ടീമിനെ ഓർത്ത് പ്രൈഡ് ഉണ്ടാക്കുന്ന തരത്തിലൊരു സംഭവം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഹിമിനസ് ആ ഒരു ഡിഫൻസിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. 90 മിനിറ്റിൽ 10 ക്ലിയറൻസും കാര്യങ്ങളും നടത്തുന്നു, ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ്, 2 ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്യുന്നു, 2 ഇൻ്റർസെപ്ഷൻസ്, 4 ടാക്കിളുകൾ നടത്തുന്നു, ഒരു ലാസ്റ്റ് മാൻ ടാക്കിൾ നടത്തിയിട്ടുണ്ടായിരുന്നു, 7 5 ഡ്യൂലുകൾ വിൻ ചെയ്യുന്നു. അത്തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പാവ് കുബാർസി ബാഴ്സലോണ ഡിഫൻസിൽ 4 ഗോളുകൾ കൺസീഡ് ചെയ്ത മത്സരത്തിൽ ഡിഫൻസിനെ പുകഴ്ത്തി സംസാരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പാവ് കുബാർസിയൊക്കെ ഫാൻറ്റാസ്റ്റിക്കായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഗോളടിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പാസിങ് ഫാൻറ്റാസ്റ്റിക്കായിരുന്നു, അതിൻ്റെ ഗെയിം റീഡിങ് എബിലിറ്റി മികച്ചതാണ്. ഇനീഗോ മാർട്ടിനസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫാൻറ്റാസ്റ്റിക്കാണ്. ഇനീഗോ മാർട്ടിനസും ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ആ ഗോളുകൾ അവർ കൺസിഡർ ചെയ്തതിൽ ഡയറക്റ്റായിട്ട് സെൻറ്റർ ബാക്കുകളുടെ മിസ്റ്റേക്കുകൾ വളരെ കുറച്ചേ എനിക്ക് അനുഭവപ്പെട്ടുള്ളൂ. എന്തായാലും ആ ഗോളുകളെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ സംസാരിക്കാമല്ലോ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഇനി ഈ പെഡ്രയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്നുള്ളതാണ്. വേറെ പ്ലെയർ മാൻ ഓൾറെഡി ഇപ്പോൾ ഈ സീസണിൽ 5 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ആ ഒരു ബോക്സിലെത്തുമ്പോൾ ആ ഒരു കമ്പോസർ ഇല്ലായ്മ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ആക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. പക്ഷേ ഈ മത്സരത്തിൽ ഗ്രേറ്റ് കമ്പോസറോട് കൂടിയിട്ട് നല്ല രീതിയിലാണ് അദ്ദേഹം ആ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. ആ കട്ട് ബാക്കിൽ അദ്ദേഹം ലേറ്റായിട്ട് അറൈവ് ചെയ്യുന്നു, ഫാൻറ്റാസ്റ്റിക്കായിട്ട് ഫിനിഷ് ചെയ്യുന്നു. 5 ഗോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് 7 ഗോളുകളാണ് ഒരു സീസണിൽ. അത് മറികടക്കാൻ ഈ സീസണിൽ അതിന് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പാസ് ചെയ്യുന്ന രീതിയാണെങ്കിലും കൺട്രോൾ ചെയ്യുന്ന രീതിയാണെങ്കിലും കാര്യങ്ങൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ തന്നെ ബോൾ റിക്കവറീസ് 13 ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു. ഡിയോങ് 8 നടത്തിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മിഡ്ഫീൽഡ് പാർട്ട്ണർ. പിന്നെ എന്താണ്, ഏറ്റവും കൂടുതൽ ഡിഫെൻസീവ് ഡ്യൂലുകൾ വിൻ ചെയ്തത് ചങ്ങായാണ് 5. ഏറ്റവും കൂടുതൽ ക്രോസുകൾ മത്സരത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പെഡ്രിയും റഫീനിയും കൂടിയിട്ടാണ് 5. ലെമീനേക്കാൾ കൂടുതൽ ക്രോസുകൾ ബോക്സിലേക്ക് പെഡ്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം എന്താണ്, ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംബാക്കിന് തുടക്കം കുറിച്ചുള്ള ഗോളും ചങ്ങായി അടിക്കുന്നു. പിന്നെ പറഞ്ഞല്ലോ, സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില മൂവുകൾ, അദ്ദേഹത്തിൻ്റെ അളന്നു മുറിച്ചിട്ടുള്ള പാസുകൾ, വാട്ട് എ പ്ലെയർ. അദ്ദേഹം പോയപ്പോൾ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്നു, ബാഴ്സലോണ കൺസീഡ് ചെയ്യുന്നു. അവിടെയുള്ള ഹാൻസി ഫ്ലിക്കിൻ്റെ ആ ഒരു ചോയ്സ്, സബ് ചോയ്സ് ഒരു പ്രശ്നമായിരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒപ്പം എന്താണ്, ഈവൻ ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സൊർലോത്ത് എന്ന് പറയുന്ന ഒരു മോൺസ്റ്റർ ആ ഒരു ബോക്സിലുണ്ടായിരുന്നു. അപ്പോൾ ആ ബോക്സ് പ്രസൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വേണമെങ്കിൽ അരൂഹോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. അതല്ല ചെയ്തത് ഹാൻസി ഫ്ലിക്ക്. അപ്പോൾ അരൂഹോ എന്തായാലും ഇപ്പോൾ ആ ഒരു പെക്കിംഗ് ഓർഡറിൽ താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മിഡ്ഫീൽഡിൽ കസേഡനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഡിഫൻസിൽ അരൂഹോയെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പോൾ ബാഴ്സലോണയ്ക്ക് ഈ മത്സരം സി ഔട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിച്ചേനെ. ഒക്കെ ഹൈപ്പോത്തറ്റിക്കലുള്ള കാര്യമാണ്. മത്സരത്തിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, കാരണം അതാണല്ലോ നമ്മൾ വീഡിയോകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. എനിവേ, ഇനി നമ്മൾ എന്താണ് മത്സരത്തിലെ സംഭവവികാസങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, മത്സരം തുടങ്ങിയ ഉടനെ തന്നെ അത്ലറ്റിക് മാഡ്രിഡ് ലീഡ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ വാർണിംഗ് ആദ്യമേ ഗ്രീസ്മാൻ്റെ ക്രോസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് കിക്ക് ഓഫ് തുടങ്ങി, ആ റൈറ്റ് സൈഡിലേക്ക് ബോൾ എത്തി, അവിടെ നിന്ന് ക്രോസ് കൊടുക്കുന്നു, അൽവാരസ് ഹെഡ് ചെയ്യുന്നു, ഷെസ്നി അത് സേവ് ചെയ്യുകയാണ്. അതാണ് കോർണർ കലാശിച്ചത്. ആ ഷോർട്ട് കോർണർ അത്ലറ്റിക് മാഡ്രിഡ് എടുക്കുന്നു. അഗെയിൻ ആ റൈറ്റ് സൈഡിൽ നിന്ന് ആരാണ്, ഗ്രീസ്മാൻ തന്നെ ക്രോസ് ഇടുകയാണ് ബോക്സിലേക്ക്. അപ്പോൾ ലോങ്ങിലെ അവിടെ ഹെഡർ വിൻ ചെയ്യുന്നു, കുബാർസിയേക്കാൾ ഉയർന്നിട്ട് അവിടെ ലോങ്ങിലെ ഹെഡർ വിൻ ചെയ്യുന്നു. അപ്പോൾ ബാക്ക് പോസ്റ്റിൽ പിന്നെ ഹുലിൻ അൽവാരസ് അത് വലയിലേക്ക് തട്ടി ഗോളാക്കുന്ന സീനെ നമ്മൾ കാണുന്നു. അദ്ദേഹത്തെ അവിടെ ആരും ട്രാക്ക് ചെയ്യുന്നില്ല. ഡാനിയലുമാണ് ക്ലോസസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ റണ്ണ് കണ്ടുപോലുമില്ല. അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ബാഴ്സലോണയുടെ ശ്രമം, കൂണ്ടയുടെ വളരെ ലേസി ആയിട്ടുള്ള പാസ് അത്ലറ്റിക് മാഡ്രിഡിൻ്റെ ആ ഒരു ഹാഫിലേക്ക് കടന്നിട്ട് കൂണ്ടെ ഫ്രങ്കി ഡിയോങ്ങിന് പാസ് കൊടുക്കാൻ ശ്രമിച്ചാണ്. പക്ഷേ അത് ഹുലിൻ അൽവാരസിലേക്ക് എത്തുന്നു. ഹുലിൻ അൽവാരസ് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം ഫ്രങ്കി ഡിയോങ് ആണ് അൽവാരസിൻ്റെ തൊട്ടുമ്പിലുണ്ടായിരുന്നത്. അദ്ദേഹത്തെ അനായാസമായിട്ട് മറികടന്ന് പോവുകയാണ്. കുബാർസിയെ മറികടന്ന് പോകുന്നു. പിന്നെ ആ ഒരു പാസ് അവിടെ അൽവാരസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് എ പാസ് മാൻ. ഗ്രീസ്മാൻ ഡീപ്പ് റൺ നടത്തുന്നുണ്ട് റൈറ്റിലൂടെ, അൽവാരസ് ലെഫ്റ്റിലേക്കാണ് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പാസ് ഉണ്ടല്ലോ, അളന്ന് മുറിച്ചിട്ടുള്ള പാസ് ഗ്രീസ്മാനിലേക്ക് എത്തുന്നു. അലഹാൻഡ്രോ ബാൽഡെ ഗ്രീസ്മാൻ്റെ കൂടെ ഓടി വരുന്നുണ്ട്. അങ്ങനെ
ബാൽഡെ ഗ്രീസ്മാൻ ഡ്യൂലാണ് അവിടെ ബോക്സിൽ. അവിടെ ആ ഗ്രീസ്മാൻ്റെ ടച്ച് ഫാൻറ്റാസ്റ്റിക് ടച്ചാണ്. ആ ബോൾ റിസീവ് ചെയ്തതിനു ശേഷം കുറേ പണിയെടുക്കണം അത് ഗോൾ അടിക്കണമെങ്കിൽ. അവിടെ ഗ്രീസ്മാൻ സംബന്ധിച്ചോളം ഗ്രേറ്റ് ഫുട്ബോളറാണ്. അദ്ദേഹം ആ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കുന്ന ആ ഒരു ടച്ചിലൂടെ എന്നിട്ടൊരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. അത് ഷെസ്നിയിൽ തട്ടിയിട്ടാണ് വലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വാട്ട് എ ഗോൾ, വാട്ട് എ പാസ്. ഹ്യൂലിൻ അൽവാരസിനെ പോലത്തെ ഒരു പ്ലെയറിനെ ടീമിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏതൊരു മാനേജറെ സംബന്ധിച്ചോളം ഒരു ഡ്രീം സൈനിങ് ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം സംബന്ധിച്ചോളം ഗോൾ അടിക്കാനറിയാം, അദ്ദേഹത്തിന് പ്ലേ മേക്ക് ചെയ്യാനുള്ള കഴിവ് പോലുണ്ട്. ചില സാഹചര്യങ്ങളിൽ അദ്ദേഹം ഒടുക്കത്തെ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യും. അദ്ദേഹം നല്ല പാസറാണ്. അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോയിട്ട് ഒരു വിങ്ങറിനെ പോലെ കളിക്കാൻ അദ്ദേഹത്തിന് കഴിവൊക്കെ ഉണ്ട്. അദ്ദേഹം അത്ര എഫക്റ്റീവ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ സ്റ്റിൽ അവിടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. പിന്നെ ഈ പറഞ്ഞ പോലെ ടീമിന് വേണ്ടി ബാഡ്ജിന് വേണ്ടി മരിക്കാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീം പ്ലെയറിനെ ആർക്കാ ഇഷ്ടമില്ലാണ്ടിരിക്കുക? ഒപ്പം ഗോളുകൾ അടിക്കും, പിന്നെ എന്താ പ്രശ്നം? അതും ബിഗ് ഗെയിമിലും ഗോൾ അടിക്കും. അങ്ങനത്തെ ഒരു പ്ലെയറാണ് ഈ അൽവാരസ് എന്ന് പറയുന്ന അർജൻറ്റീനക്കാരൻ. ഒരു രക്ഷയില്ല ചങ്ങായിമാരെ. അങ്ങനെ 2-0 ലീഡ്. പിന്നെ ബാഴ്സലോണ മത്സരത്തിൽ തിരിച്ചു വരാനുള്ള ശ്രമം. ഈ പറഞ്ഞ പോലെ ഗാലനാണെങ്കിൽ ലെമീൻ യമാലിനെ പിടിച്ചാൽ കിട്ടുന്നില്ല. ലെമീൻ യമാൽ റൈറ്റിൽ നിന്ന് കട്ടിൻസ് എടുത്തിട്ട് ഒരു ഷോട്ട് ഡ്രാഗ് ചെയ്ത് കളഞ്ഞു. അത് എന്താണ്, ഒരു വാർണിംഗ് സൈനായിരുന്നു അത്ലറ്റിക്കോയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കൂണ്ടെ ഹ്യൂലിൻ അൽവാരസിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യണം. എന്നിട്ട് പെഡ്രി ആ ബോൾ എടുക്കുന്നു. പെഡ്രി കൃത്യമായിട്ട് അദ്ദേഹത്തിന് എവിടെയൊക്കെയാണ് പാസ് ചെയ്യേണ്ടതെന്ന് അറിയാം. റഫീനിയ ആ ഒരു ഹാഫിലിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിലേക്ക് പാസ് കൊടുക്കുന്നു. അത്ലറ്റിക്കുമായിട്ട് ഒന്ന് എക്സൈറ്റഡ് ആയി, അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-0 ലീഡ് എടുത്തിട്ടും അവരൊന്നുകൂടെ ഒന്ന് എക്സൈറ്റഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. റഫീനിയ ആ ഒരു ഹാഫിലിനടുത്ത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ചിൽ തന്നെ ഫെറാൻ ടോറസിനെ റിലീസ് ചെയ്യണം. 1v1 സിനാരിയോ ആണ് ഫെറാൻ ടോറസിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ആ ബോളുമായിട്ട് പോകുമ്പോൾ ഈ മൂസോ എന്ന് പറയുന്ന കീപ്പറാണുള്ളത്, ഒബ്ലാക്ക് ബെഞ്ചിലായിരുന്നു. അപ്പോൾ അവിടെ ആ ചെങ്ങായിക്ക് സമയമുണ്ടായിരുന്നു. ബോക്സിലേക്ക് കുറച്ചുകൂടെ കടന്നിട്ട് ഷോട്ട് അൺലീഷ് ചെയ്താൽ മതിയായിരുന്നു. പുള്ളിക്കാരൻ നേരത്തെ ഷോട്ട് അടിക്കുന്നു, അത് കീപ്പർ സേവ് ചെയ്യുന്നൊരു സിനാരി നമ്മൾ കാണുന്നു. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് ബാഴ്സലോണ മത്സരത്തിലേക്ക് തിരിച്ചു വരാനായിട്ട്. പിന്നെയാണ് ബാഴ്സലോണ 19ാം മിനിറ്റിൽ മത്സരത്തിൽ തിരിച്ചു വരുന്ന ഗോൾ അടിക്കുന്നത്. അതിൽ ലെമീൻ യമാലിൻ്റെ ഇമ്പാക്റ്റ്, അത് പ്രീ അസിസ്റ്റാണ്. പക്ഷേ ആ ബോളിന് വലിയ പ്രസക്തിയുണ്ട്. ഔട്ട് സൈഡ് ദ ഫുട്ട് കൊണ്ട് കൂണ്ടയുടെ ആ ഒരു റണ്ണ് പിക്ക് ചെയ്യുന്നു, ഓവർലാപ്പിംഗ് റണ്ണ് പിക്ക് ചെയ്യുന്നു. എന്നിട്ട് കൂണ്ടെ മനോഹരമായിട്ട് കട്ട് ബാക്ക് ചെയ്യുന്നു. അത് കൃത്യമായിട്ടും അത്ലറ്റിക്കുമായിട്ട് പ്ലേയേഴ്സിൻ്റെ ഇടയിലൂടെ അത് ബൈസെക്റ്റ് ചെയ്തിട്ട് പെഡ്രിലേക്ക് എത്താണ്. പെഡ്രി മനോഹരമായിട്ട് അത് ഫിനിഷ് ചെയ്യുന്നു. ഗ്രേറ്റ് ഗോളാണത്. അങ്ങനെ 2-1 എന്നുള്ള നിലയിലേക്ക് മാറുന്നു. അവിടുന്ന് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ കോർണർ ബാഴ്സലോണയ്ക്ക് ലഭിക്കുകയാണ്. അവർ പിന്നെ ആ ഒരു എക്സ്ട്രാ എനർജി അവർക്ക് കിട്ടി ആ ഒരു ഗോൾ വന്നതിന് ശേഷം. അങ്ങനെ റഫീനിയ പിന്നെ ഡെലിവറി ചെയ്യാണ് ബോക്സിലേക്ക്. അപ്പോൾ കുബാർസിയെ സംബന്ധിച്ചിടത്തോളം ബാരിയോസാണ് കുബാർസിയുടെ അടുത്ത് നിൽക്കുന്നത്. അവിടെ ബാരിയോസ് വളരെ വീക്കായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. കുബാർസി ബാരിയോസിൻ്റെ മുകളിൽ ചാടിയിട്ടത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു. വളരെ വീക്കറായിട്ടുള്ളൊരു ബാരിയോസിനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അത്ലറ്റിക്കോയുടെ മിഡ്ഫീൽഡിൽ ബാരിയോസും ഡിപ്പോളുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. യുലിയാൻ സിമിയോണി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പിന്നെ കോണർ ഗാലഗർ ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ ആ ഒരു മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്ന പ്ലേയേഴ്സ്. ഇത് ചില സാഹചര്യങ്ങളിൽ അവർ 5 അറ്റ് ദ ബാക്ക് ആക്കാനായിട്ട് ഒരു മിഡ്ഫീൽഡർ താഴോട്ട് ഇറങ്ങി വരുന്ന സിനാരിയോകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നീട്. അപ്പോൾ എന്താണ്, ഹാവി ഗാലനാണ് ലെഫ്റ്റ് ബാക്കായിട്ടാണ്, റൈറ്റ് ബാക്കായിട്ട് ലോറൻറ്റെ, ഹൊസമ ഹിമിനസ്, പിന്നെ നമ്മുടെ ലോങ്ലി, ഇതായിരുന്നു ഡിഫൻസിലുണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മിഡ്ഫീൽഡർമാർ താഴോട്ട് ഇറങ്ങി വരുന്ന 6 അറ്റ് ദ ബാക്ക് ആകുന്ന സിനാരിയോകൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഈക്വലൈസറോട് വന്നതിന് ശേഷം ഒബ്വിയസ്ലി ബാഴ്സലോണ ഡോമിനേറ്റ് ചെയ്ത് അവർ എൻജോയ് ചെയ്ത് കളിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അവരുടെ കൗണ്ടർ പ്രസിംഗ് മികച്ചതാണ്. പാസിങ്ങിലൊക്കെ ഷാർപ്നെസ്സും കാര്യങ്ങളും കാണാൻ പറ്റുന്നു. പെഡ്രി അഗെയിൻ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം മിഡ്ഫീൽഡിൽ. ഫ്രെങ്കിയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ ഒരു ലൊറൻറ്റെ ഒരു പാസ് ഗിവ് അവേ ചെയ്യണം, അതായത് ബാക്ക് പാസ് കൊടുത്താണ്, അതിലേക്ക് ഫെറാൻ ടോറസ് ഓടിയെത്താണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. കീപ്പർ കയറി വരുന്നു, കീപ്പറിനെ റൗണ്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ഫെറാൻ ടോറസ് ചെയ്യുന്നതാണ്, കീപ്പറിനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലയിലേക്ക് അടിക്കണ്ടേ, അത് വളരെ ആ കോൺടാക്റ്റിന് ഒരു പവറും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് എന്താണ് ഈസിലി അത്ലറ്റിക്കോ മാഡ്രിഡ് ക്ലിയർ ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ചാൻസുകളൊക്കെ കിട്ടിയിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അത് പിന്നീട് അവരെ വന്ന് ഹോണ്ട് ചെയ്തു. അതാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. ആ അവസരം കഴിയുന്നു. പിന്നെന്താണ്, ലെമീൻ യമാൽ ഈ ഹാവി ഗാലനെ മെഗ് ചെയ്ത് പോകുന്നു. പക്ഷേ ഹാവി ഗാലൻ എങ്ങനെയൊക്കെയോ അത് കോർണറിലേക്ക് ആക്കുന്നൊരു സിനിമ നമ്മൾ കണ്ടു. അങ്ങനെ ആ കോർണറിൽ നിന്ന് ബാഴ്സലോണ 3ാമത്തെ ഗോൾ അടിക്കുകയാണ്. റഫീനിയ ബോക്സിലേക്ക് ബോൾ വൺസ് അഗെയിൻ കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ ബാക്ക് പോസ്റ്റിൽ തന്നെയാണ് ഇനീഗോ മാർട്ടിനസ് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നത്. പക്ഷേ ഇനീഗോ മാർട്ടിനസ് പിന്നെ ആ ബാക്ക് പോസ്റ്റിലേക്ക് ഓടി വന്നതാണ്. അവിടെ അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്നൊരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അതായത് കുബാർസി ലൊറൻറ്റെ പിടിച്ച് ആ ഒരു വേസ്റ്റിൽ പിടിച്ച് നിർത്തുന്നുണ്ട് എന്നുള്ളത്.
അപ്പോൾ മറ്റൊരു മത്സരത്തിൽ ഒരു പക്ഷേ ചിലപ്പോൾ അതൊരു എന്താ പറയുക ഫൗളായിട്ട് കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക പിടിച്ചു നിർത്തൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് ലൊറൻറ്റെ കൊതറിയിട്ട് പിന്നെ ആ ഒരു ബാക്ക് പോസ്റ്റിലേക്ക് പോയിട്ട് ഫ്രീ ഹെഡർ അടിച്ച് ഗോളാക്കുന്നത്. അത്ലറ്റിക് മാഡ്രിഡിനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, ഇമ്മാതിരി തരത്തിൽ അവർ ഗോളുകൾ കൺസിഡർ ചെയ്യാറില്ല, അതും കോർണറിൽ നിന്ന് ഒരു മത്സരത്തിന് 2 ഗോളുകൾ. അപ്പോൾ അത് സിമിയോനെ സംബന്ധിച്ചോളം ദേഷ്യം പിടിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ മത്സരത്തിൽ പൂർണ്ണ കൺട്രോൾ ബാഴ്സലോണ എടുക്കുകയാണ്. 3-2 തിരിച്ചുവരവ്, ഗംഭീര തിരിച്ചുവരവ്. ക്രൗഡ് നന്നായിട്ടത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ഹാഫ് കഴിയുന്നതിന് മുമ്പ് ലമീൻ യമാലിൻ്റെ ഡാൻസിങ് ഫീറ്റ് നമ്മൾ കാണണം. ലമീൻ യമാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആ റൈറ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം ഡാൻസ് ചെയ്യുന്നു, കട്ട് സൈഡിൽ നിന്ന് വന്നതിന് ശേഷം ഔട്ട് സൈഡ് ബോക്സിൽ നിന്ന് ഷോട്ട് അടിക്കുന്നു, കീപ്പർ സേവ് ചെയ്യുകയാണ്, കേളർ സാധനം സേവ് ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫ് കഴിയാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ബാഴ്സലോണ 11 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്ലറ്റികോ മാഡ്രിഡ് 4-5 അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയ തോതിൽ ആ ഒരു ഇൻറ്റൻസിറ്റി ലെവൽ ബാഴ്സലോണ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. റഫീനിയയുടെ ഒരു ക്രോസ്, ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ് ആ ഒരു 6 സൈഡിലേക്ക് വന്നപ്പോൾ അത് മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഫോഴ്സിലാണ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പുറത്താണെങ്കിൽ ഗ്രീസ്മാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അഗെയിൻ ബാഴ്സലോണയുടെ ഒരു ഹൈലിനെ ഒരു സിമ്പിൾ പാസിൽ പിന്നെ ബ്രീച്ച് ചെയ്യാണ്. ആ ഒരു റൈറ്റ് സൈഡിൽ ഹാഫിലിൻ്റെ തൊട്ട് പുറത്ത് ആ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ ഡിപ്പോൾ കൊടുത്തിട്ടുള്ള ബോൾ, ആ ഒരു ക്രോസ്, വാട്ട് എ ബോൾ മാൻ, ഗ്രേറ്റ് ക്രോസാണ്. കുബാർസി ഇത് വിൻ ചെയ്യും എന്നായിരിക്കും ചിലപ്പോൾ ബാഴ്സലോണ ആരാധകർ കരുതിയിട്ടുണ്ടാവും. ഇല്ല, അത് ഗ്രീസ്മാനിലേക്ക് എത്തുന്നു. ഗ്രീസ്മാൻ്റെ അറ്റംപ്റ്റ് പക്ഷേ ഷെസ്നി സേവ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതൊരു ക്രൂഷ്യൽ സേവ് ആയിരുന്നു. പിന്നെ എന്താണ് നമ്മൾ കാണുന്നത്, ലമീൻ യമാൽ ബോക്സിൽ വീഴുന്നൊരു സിനാരിയോ, ഒരു പെനാൽറ്റി ഷൗട്ട് ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. അപ്പോൾ അത് സത്യം പറയാലോ, അതിൽ കോൺടാക്റ്റ് ഉള്ള പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. റീപ്ലേ കണ്ടുള്ള സിനാരിയോയിൽ സാമല്ലിനോ കാല് വെച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പെനാൽറ്റി, അത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പെനാൽറ്റി കൊടുക്കുന്ന നമ്മൾ മുമ്പ് കണ്ടുള്ളതാണ്. എന്തായാലും അത് വേറെ പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് ഒഴിവാക്കുന്ന ഒരു സിനാരിയോ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഹുലിൻ അൽവാരസും സാമല്ലിനും കൂടിയിട്ടാണ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലമീൻ യമാൽ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഡിയേഗോ സിമിയോണി ഡൈവിന് യെല്ലോ കാർഡ് കൊടുക്കാനൊക്കെ ആഹ്വാനം ചെയ്യുന്നതൊക്കെയാണ് നമുക്ക് ആ ഒരു അവസരത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. പക്ഷേ കൃത്യമായിട്ടും ലമീൻ യമാലിൻ്റെ ഭാഗത്തുനിന്നും ബാഴ്സലോണ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അപ്പീൽ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും 3-2 ലീഡിലാണ് ബാഴ്സലോണ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ അതിനിടയിലാണെങ്കിൽ ബാരിയോസും സിമിയോണിയും തമ്മിലുള്ള ഒരു തർക്കം നമ്മൾ കാണുകയാണ്. ബാരിയോസ് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാസ്സൊക്കെ മിസ്പ്ലേസ് ചെയ്തിട്ടുള്ള സിനാരിയോയിലാണ്. അങ്ങനെ അതിന് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സിമിയോണിക്ക് റഫറിയുടെ അടുത്ത്. ഹെർണാണ്ടസ് ഖാദർ എന്ന് പറയുന്ന ചങ്ങായിയാണല്ലോ റഫറി ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗാവി, ഇതിനിടയിൽ സബ്ബുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാണ് എത്ര മിനിറ്റിലാണ് സബ്ബുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗാവി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗാവി ആ ഒരു ഹാഫിൻ്റെ അടുത്ത് പൊസിഷൻ നഷ്ടപ്പെടുത്തുന്നു. എന്നിട്ട് അതിൽ ഈ കൊറിയനെ കൗണ്ടർ പ്രസ് ചെയ്യാനുള്ള ബാഴ്സലോണയുടെ ശ്രമം, 2 പ്ലേയേഴ്സിൻ്റെയൊക്കെ ശ്രമം, ഈസിലി കൊറിയ ഒരു ടേൺ എടുത്തിട്ട് ബീറ്റ് ചെയ്യുന്നതിന് ശേഷം അത്ലറ്റികോ മാഡ്രിഡിൻ്റെ ആ ഒരു പ്ലെയറിനെ റണ്ണ് പിക്ക് ചെയ്യുന്നു, ഡിഫൻസിൻ്റെ പുറകിലുള്ള റണ്ണ് പിക്ക് ചെയ്യുന്നു. എന്നിട്ട് അത് കട്ട് ബാക്ക് ചെയ്തിട്ട് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, സൊർലോത്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ലൊറൻറ്റെ ബോൾ റിസീവ് ചെയ്യുമ്പോൾ ഓഫ് സൈഡ് ആയിരുന്നു. കൊറിയ പാസ് കൊടുക്കുന്ന സിനല്ല ഹൈലിനോട് വർക്ക് ചെയ്യുന്നു. പക്ഷേ അവിടെ ഗാവി പൊസിഷൻ നഷ്ടപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഈ ആംഗിൾ കൊറിയയെ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യാൻ ബാഴ്സലോണയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെന്താണ്, നമ്മൾ ഈ റൈറ്റ് സൈഡിൽ ലമീൻ യമാൽ ഈ റെയ്നിൽഡോനെ കുക്ക് ചെയ്യുന്ന സിനാരി നമ്മൾ കാണുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ലോങ്ലയുടെ കാലിനടയിലൂടെ ആ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ലെവൻഡോസ്കി ടാപ്പിംഗ് ഗോൾ അടിക്കുന്നു. 4-2 എന്ന നിലയിലേക്ക് മത്സരം മാറുന്നു. 74 മിനിറ്റ് കഴിയുമ്പോൾ 4-2 ലീഡ്. അപ്പോൾ ഇനി 10, 15, 16 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഗെയിം സീ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു പ്രശ്നമാണ്. 83-ാമത്തെ മിനിറ്റിലാണ് അത്ലറ്റികോ മാഡ്രിഡ് മത്സരത്തിലെ 3ാമത്തെ ഗോൾ അടിക്കുന്നത്. അപ്പോൾ അതിൽ ഹുലിൻ അൽവാരസ് ആ ഒരു ലെഫ്റ്റ് സൈഡിലാണ്, ലെഫ്റ്റ് വിങ്ങിലേക്ക് അദ്ദേഹം ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് അദ്ദേഹം ഈ ആംഗിൾ കൊറിയയുടെ ആ ഒരു റണ്ണ്, ബോക്സിലേക്കുള്ള റണ്ണ് പിക്ക് ചെയ്യാണ്. ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള റണ്ണ് പിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബാഴ്സലോണയുടെ മിഡ്ഫീൽഡേഴ്സ് ആയിട്ടുള്ള ഫ്രങ്കി ഡിയോങ് ആണെങ്കിലും പെഡ്രി ആണെങ്കിലും ആളുടെ കൂടെ അങ്ങോട്ട് പോയി ആംഗിൾ കൊറിയയുടെ ആ റണ്ണ് ട്രാക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. മാത്രമല്ല ഈ സൊർലോത്തിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ബാഴ്സലോണ അതൊരു മെയിൻ ത്രെട്ടായിട്ട് അവർ കണക്കാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കൊറിയയുടെ കൂടെ എന്തിന് 2 മിഡ്ഫീൽഡർമാർ പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ഗാവിയെ സംബന്ധിച്ചോളം അദ്ദേഹം പിന്നെ കൃത്യമായിട്ടും ബോൾ വാച്ചിങ് ആയിരുന്നു. അങ്ങനെ ഈ ലൊറൻറ്റിയുടെ ഡീപ്പ് റണ്ണ് കൊറിയ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബോക്സിൽ തൻ്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്ന റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്ന സൊർലോത്തിനെ പിക്ക് ചെയ്യാൻ ശ്രമിച്ചില്ല. കാരണം അങ്ങോട്ടേക്ക് ബോൾ എത്തില്ല എന്നൊരു ധാരണ ഉണ്ടായിരിക്കും. അദ്ദേഹം കട്ട് ബാക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടായിരുന്ന ലൊറൻറ്റിയാണ്. അപ്പോൾ ഗാവി അത് ലേറ്റ് ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഗാവി അത് ക്ലോസ് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ കണ്ടിരുന്നെങ്കിൽ, നേരത്തെ അത് സെൻസ് ചെയ്തിരുന്നെങ്കിൽ എന്താണ്
ആ ഒരു ഗോൾ തടയാൻ പറ്റുമായിരുന്നു. മാത്രമല്ല ഈ 2 മിഡ്ഫീൽഡർമാരും കൊറിയയുടെ കൂടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പതർച്ചയാണ്. പിന്നെ ആ ഒരു സബ്ബുകൾ അത് ശരിക്കും ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ അടുത്ത് നിന്ന് കംപ്ലീറ്റ് കൺട്രോൾ കളയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ബാഴ്സലോണ ഒക്കെ ബോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഹാഫ് ലൈനിൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഇവർ ആ ഒരു മിഡറിൽ പ്രസ് ചെയ്യുന്നുണ്ട്. ഈ അത്ലറ്റിക് മാഡ്രിഡ് പ്ലേയേഴ്സിൻ്റെ എനർജി കൂടുകയാണ് ചെയ്യുക. മത്സരം പുരോഗമിക്കും തോറും അവരുടെ എനർജി കൂടും. സാധാരണ ടീമുകളുടെ എനർജി കുറയില്ല. ഒപ്പം ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള 5 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഫ്രഷറാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സിമിയോണിയുടെ സബ്ബുകളുടെ ടൈമിങ്, സബ്ബുകളുടെ ആ ഒരു ഇമ്പാക്റ്റ് കൃത്യമായിട്ടും മറ്റൊരു മത്സരത്തിൽ കൂടി നമ്മൾ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മാനേജറുടെ ഒരു കഴിവാണത്. ഏത് സമയത്ത് സബ്ബുകൾ ഇറക്കണം, ഏത് സമയത്ത് ഇറക്കിയാലാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ മാനേജർമാർ നടത്തുന്ന ഒരു ഗ്യാമ്പിൾ കൂടിയാണ്. അവരുടെ ഒരു കാൽക്കുലേറ്റഡ് ഗ്യാമ്പിളാണ് ഈ സബ്ബുകളൊക്കെ. പക്ഷേ ഇത് നിരന്തരം ഈ സീസണിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് നമുക്ക് ഡിയേഗോ സിമിയോണി എന്ന് പറയുന്ന ആ ഒരു മാസ്റ്റർ ടാക്ടീഷ്യന് ക്രെഡിറ്റ് കൊടുത്തേ മതിയാകുള്ളൂ. പിന്നെ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പോൾ അങ്ങനെ ബാഴ്സയ്ക്ക് ബോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സൊർലോത്തിൻ്റെ 1 ടച്ചിൽ ഒരു ഹാഫിൻ്റെ അടുത്ത് അവർ ബോൾ അവരുടെ കാലിലേക്ക് എത്തുന്നു. അത് സൊർലോത്തിലേക്ക് കൊടുക്കുന്നു. സൊർലോത്തിന് 1 ടച്ചിൽ കൊറിയ റിലീസ് ചെയ്യുന്നു. കൊറിയയുടെ ഷോട്ട് പക്ഷേ ഷെസ്നി സേവ് ചെയ്യുന്നു. പിന്നെയാണ് ആ ഒരു ഇഞ്ചുറി ടൈമിൽ ഗോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ലോങ് ബോൾ ആ ഒരു ലെഫ്റ്റ് ചാനലിലൂടെ റൺ ചെയ്തിട്ടുള്ള ലീനോയിലേക്ക് എത്തുന്നു. കൂണ്ടെ അവിടെ വീണ് പോയിട്ടുണ്ടായിരുന്നു. അതും ഒരു പ്രശ്നമായി. പിന്നെ ചേസിയാണ്. അവിടെ 2 പ്ലേയേഴ്സ് ഓഫ് സൈഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അത്ലറ്റിക് സംബന്ധിച്ചോളം. പക്ഷേ ഈ ലീനോ ഓഫ് സൈഡ് ആയിരുന്നില്ല. ലീനോ എന്നുള്ളത് കട്ട് ബാക്ക് കൊടുക്കുന്നു. സൊർലോത്ത് ഗോൾ അടിക്കുന്നു. സൊർലോത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നു. അത്ലറ്റിക് മാഡ്രിഡ് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഡിയേഗോ സിമിയോണി സെലിബ്രേറ്റ് ചെയ്യുന്നു. കൂണ്ടെ സംബന്ധിച്ചോളം എന്താണെന്ന് വെച്ചാൽ ഒരു മിക്സ് ബാഗ് മത്സരമായിരുന്നു. അറ്റാക്കിൽ മോശമില്ലാത്ത രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിഫെൻസീവ്ലി വൾണറബിലിറ്റി കാണിച്ചൊരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട് ഈ ഒരു ബിസിനസ് എൻഡ് ഓഫ് ദി സീസണിൽ. അദ്ദേഹത്തിന് ഫുൾ 90 മിനിറ്റ്സ് ഫുൾ കോൺസെൻട്രേഷനിൽ കളിക്കാൻ പറ്റുന്നുണ്ടോ എന്നത് ഒരു സംശയമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അരൂഹോനൊക്കെ ഒരു റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കാവുന്നേ ഉള്ളൂ. കുറച്ച് മിനിറ്റ്സുകളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാവുന്നേ ഉള്ളൂ. അദ്ദേഹം അവിടെ കളിക്കാത്ത ഒരാളൊന്നുമല്ലല്ലോ. എന്തായിരിക്കും ഹാൻസി ഫ്ലിക്ക് ചെയ്യാന്നുള്ളത് കണ്ടറിയാം. ലെവയെ സംബന്ധിച്ചോളം വേറെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു ക്രോസ് അദ്ദേഹം മീറ്റ് ചെയ്തു. പക്ഷേ പുറത്തേക്കാണ് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാഴ്സയ്ക്ക് എന്താണ് ക്ലിനിക്കലല്ലാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ സ്റ്റിൽ 4 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. 7 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മത്സരമാണ്. അതിൽ 4 അടിച്ചിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം അവർ കൺസീഡും ചെയ്യുകയാണ്. അതിൽ തന്നെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഒരു പ്രശ്നം തന്നെയാണ്. ഗെയിം മാനേജ് ചെയ്യൽ അവർ പഠിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ആ ഹൈലൈന് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അത് എപ്പോൾ വേണമെന്നുള്ളത് അവർ തീരുമാനിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.